വന്ന് കേറിയപ്പോ തന്നെ കുറെ ശകനങ്ങൾ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഗൃഹസ്ഥേ സ്ഥാപിതം കർമ്മയോഗിതം ത്രിതസ്ഥാനം. എന്താ സംസ്കൃതാണേ? ഞാൻ വെച്ച് വൈകൃതമായിരിക്കും. പ്രശ്നങ്ങളെ കുറിച്ച് ഫോണിൽ എന്നോട് സംസാരിച്ചായിരുന്നല്ലോ. താങ്കളുടെ ഭർത്താവ് എവിടെയാണ്? ജോലിക്ക് പോയിരിക്കുവോ? ഇപ്പൊ വരും. എങ്ങനെയാണ് പോയിരിക്കണത്? ബൈക്കില്. ഇരുചക്ര വാഹനത്തിലോ? ദേവി എന്തായി കേക്കണത്? അയ്യോ, പെട്ടെന്നല്ലേ പുള്ളിയെ വിളിക്ക. ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പ്രശ്നങ്ങളേ ഉള്ളൂ. വിളിച്ചിട്ട് പറയാ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചോളാം, നാളെ പെട്രോളിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, അത് ഈ വീടിന്റെ ദോഷമായിരിക്കും. അമ്മാവ അങ്ങോട്ട്. ഈ ദോഷങ്ങളൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം. എനിക്ക് വീടിന്റെ പരിസരം മുഴുവൻ ഒന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കന്നിക്കോണ്, ഈശാന കോണ്, ബാഹ്യ കോണ്. വീഡിയോ കോണോ? വീഡിയോ കോണോ? അത് നമ്മുടെ ടിവിയാണ്. അമ്മാവനാ. അമ്മാവ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അമ്മാവിയെ വിളിച്ചിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു വെള്ള സാരി ഓർഡർ ചെയ്ത് വെച്ചോളാം പറഞ്ഞോളൂ. അതെന്തിനാ? സമയത്ത് തെക്കോടെ കൂടി സമയം കളയേണ്ടി വരത്തില്ലല്ലോ. തെക്കെന്ന് പറയുമ്പം തെക്ക് തെക്ക് തെക്കേ പാടം. അമ്മാവ, അതെ അമ്മാവ കാണിച്ചു കൊടുക്ക്, ചേട്ടൻ വന്ന്. സൗമ്യേ, എന്തോ നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തുവാ? പൊറോട്ട, ചിക്കൻ ഫ്രൈ, വൈൻ. ഒരു ദോഷമല്ല, നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സ്ഥലത്തുനിന്നാ മേടിച്ചേ. വേണ്ട, പ്രശ്നമാ. ഞാൻ നമ്മുടെ ലത എടുത്തു പറഞ്ഞില്ലേ ഒരു ജോൾസിനടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട്, നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട്. ആ ജോൾസൻ വന്നിട്ടുണ്ട്. അമ്മാവനെ തെക്കോട്ടെടുത്ത്. അമ്മാവനെ തെക്കോട്ടെടുത്ത്? അല്ല, അമ്മാവനുമായിട്ട് ആ ജോൾസൻ തെക്ക് വശമൊക്കെ നോക്കാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ശരി, നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് നീ എന്തിനീ ജോത്സ്യനെ കഴിച്ചുകൂടെ? മാറ്റി വെക്ക്. ഞാനൊരു കാര്യം പറയാം. ഞാൻ പോയി കുളിച്ചിട്ട് വരുമ്പം ഇവിടെ ജോത്സ്യനും കാണാൻ പാടില്ല, അമ്മാവനും കാണാൻ പാടില്ല. ഇന്ന് ന്യൂ ഇയർ ആണ്, എനിക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ പറയല്ലേ, നമ്മുടെ വീടിന്റെ ദോഷം മാറാനാ.